ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ. ഒരു സ്പ്രിംഗ് റോളിൻ്റെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നാലും സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് അല്ല കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചേക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കണം. രണ്ട് സവാളയാട്ടോ എടുത്തേക്കുന്നത്. ഒരു പച്ചമുളക്, ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടങ്ങ് ആ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഫ്രൈ ചെയ്ത ചിക്കൻ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടില്ല, അതിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ 1/2 ടീസ്പൂൺ. അപ്പോൾ അത് ഞാൻ ചിക്കൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കാം എന്തോ ചിന്തിച്ച് നിന്ന് ഞാൻ ആദ്യം ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്തേ. അത് കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് വേണം. സമൂസ ഷീറ്റ് ഇതുപോലെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ മസാല നല്ല തണുത്ത് കഴിയുമ്പം ഇതേപോലെ മസാല ഈ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് സ്പ്രിംഗ് റോളിൽ വെച്ചിട്ട് സമൂസ ഷീറ്റ് വെച്ചിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ അറ്റഭാഗത്ത് നമുക്ക് കുറച്ച് മൈദ മാവ് കലക്കിയതും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ, ഒട്ടിപ്പിടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിൻ്റെ അറ്റഭാഗം മൈദ മാവിനകത്ത് ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ മുക്കിയെടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ മുക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ വെർമസലിക്കകത്താണ് കേട്ടോ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. അപ്പം വെർമസലിക്ക് പകരം ബ്രെഡ് ക്രംസിലും ഇത് കവർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അടുത്തതും ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുവാന്ന് കേട്ടോ. ഇപ്പം എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു മീഡിയം നല്ലപോലെ വെണ്ണ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ദാ ഇവിടെ എല്ലാം ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങിന് ഭയങ്കര ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പം എന്താ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.